വരുന്നില്ലേ കുഞ്ഞാ? അമ്മൂസ്. ഹായ് എവരി വൺ, ഞങ്ങളൊരു ബോട്ടിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസ് ഒത്തു കിട്ടിയത്. കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ, നമ്മുടെ ഒരു സംഘടന, KB എന്ന് പറഞ്ഞ സംഘടന, അവർ നടത്തുന്നൊരു ഓർഗനൈസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. പുള്ളിക്കാരത്തിയുടെ ക്ഷണപ്രകാരം നമ്മൾ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ഇതിൽ പങ്കെടുക്കാൻ നമുക്കൊരു അവസരം കിട്ടുന്നത്. മുകളിലിരുന്ന് കാറ്റ് കൊണ്ട് നന്നായി ഒന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് താഴെ എത്തി നോക്കിയപ്പോൾ അവിടെ കുറച്ച് പേര് ലൈഫ് വെസ്റ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഞാനോർത്ത് ഇവർ ചാടാനുള്ള പുറപ്പാടാണ്. പിന്നെ മനസ്സിലായത് ഇവരിത് കിട്ടുന്ന റീൽസ് എടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങ് ഒത്തു വന്നില്ല. പിന്നെ അത് കൂരി കളഞ്ഞിട്ട് അവരെന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്തു. നെക്സ്റ്റ് ഈസ് ദ ബെസ്റ്റ്, ബോട്ടിലെ ലഞ്ച്. ബോട്ടിലെ ലഞ്ച് എന്ന് പറയുമ്പോൾ കരിമീനാണ് ഇമ്പോർട്ടൻറ്റ്. ഒരാൾക്കൊരു കരിമീൻ വെച്ച് കൊടുക്കത്തുള്ളൂ. എന്നിരുന്നാലും അമ്മൂൻ്റെയും കുഞ്ഞുണ്ണിൻ്റെയും കരിമീൻ്റെ തല സൂത്രത്തിൽ തപ്പിയെടുത്തു, മുകളിലുള്ള കാരണവും പറഞ്ഞു. ദ ലാസ്റ്റ് ഐറ്റം, ദ ടോപ്പ് വൺ, സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സഞ്ചരിച്ചിരുന്ന ബോട്ടിൽ നിന്ന് ചെറിയ ബോട്ടിലാക്കി നമ്മളെ സാമ്പ്രാണിക്കൊടി എന്നും പറഞ്ഞിട്ടൊരു ഏരിയ. അതായത് കൊറോണ സമയത്താണ് ഈ സ്ഥലം ക്ലിക്കായി വന്നത്. കായലിൻ്റെ നടുക്ക് കണ്ടൽ കാടുകളൊക്കെ ആയിട്ട്, ചെറു മരങ്ങളൊക്കെ ആയിട്ട്, വലിയ ആഴമില്ലാതെ ഏതാണ്ട് 5 അടി പൊക്കം വെള്ളമാണ്. കുട്ടികൾക്കൊക്കെ യഥേഷ്ടം അവിടെ എൻജോയ് ചെയ്യാം. എന്താ പറയുക, ദ ബെസ്റ്റ് ഫോർ കിഡ്സ്. നല്ലൊരു സ്ഥലമാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, പക്ഷേ എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. നല്ലൊരു സ്ഥലമാണ്. So that is the end of our today's program. Thank you. Bye bye.